എൻ്റെ ഹൃദയായ കരിമറ്റത്തച്ച, കോളച്ച, പ്രിയപ്പെട്ട മാത്തിക്കുട്ടിച്ചേട്ട, പെരിങ്ങാമിലച്ച, നമ്മളുടെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റും പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ ഇതിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്ന സഹോദരീശ്വരന്മാർ, ഞങ്ങളുടെ പ്രതികൂല കാലാവസ്ഥയിലും ധാരാളം പേരിവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് അല്പ സമയമുണ്ട്. എനിക്ക് 11:15 അരമനയിൽ മറ്റൊരു മീറ്റിംഗ് ഉണ്ട്. 5 മിനിറ്റ് മുമ്പൊക്കെ എനിക്ക് ഇവിടുന്ന് പോകണം. ഞാനൊന്നിനുണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ കാലാവസ്ഥ നോക്കുമ്പോൾ പെന്തക്കോസ്ത് തന്നെയാണ്. മഴയും ഇടിമുഴക്കവും എല്ലാം ഒരു പ്രകൃതി പ്രതീകാത്മകമായിട്ട് ഈ തിരുനാളിൽ നമുക്ക് നൽകുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ്. ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെയും അതിൻ്റെ പിറകിലുള്ള ഉത്ഥാനത്തിൻ്റെയും അതിൻ്റെ പിറകിലുള്ള മരണത്തിൻ്റെയും എല്ലാം ഒരു പൂർത്തീകരണമാണ്. ആ പൂർത്തീകരണം നമുക്ക് കൊടുക്കാറ്റ് പോലെയാണ്, ഇളകി മറിയുന്നത് പോലെയാണ്, മദ്യപിച്ചിട്ടിരിക്കുന്നത് പോലെയാണ്, ആത്മസംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണ്. അതാണ് ആത്മാവിൻ്റെ പ്രത്യേകത. നടപടി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് ദിവസം ആഗതമായപ്പോൾ അവരെല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു. അതാണ് പെന്തക്കോസ്ത്. ഒരേ സ്ഥലത്ത് ഒരുമിച്ച് ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങനെയാണ്. നമ്മുടെ ഈ രൂപതയുടെ ഭദ്രാസന ദേവാലയത്തിൻ്റെ ഈ വലിയ ഹാളിൽ ഒരേ സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് ഇരിക്കുകയാണ്. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. നമുക്കിപ്പോൾ ഈ മഴയും ഇടിയൊക്കെ കിട്ടുന്ന പോലെയാണ്. കൊടുങ്കാറ്റടിക്കുന്ന പോലെ വലിയ ശബ്ദം ഉണ്ടായി. അത് അവർ ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി പോലെയുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു. ഓരോരുത്തരുടെയും മേൽ ഇരുന്നു പിളർക്കപ്പെട്ട നാവുകൾ. അവരെല്ലാവരും പരിശുദ്ധ റൂഹായാൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് പ്രഘോഷിക്കാൻ, പ്രസംഗിക്കാൻ വരം നൽകി. അവർ മറുഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ 4 തിരുവചനത്തിൽ പെന്തക്കോസ്തായുടെ എല്ലാ കാര്യങ്ങളും ചേർത്ത് വച്ചിട്ടുണ്ട്. ഞങ്ങളിന്ന് പല അവസരത്തിൽ ഇത് കേട്ടു. ബാനയുടെ സമയത്ത് വീട്ടിൽ ചെന്നും നടപടി പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ സാധിക്കുമെങ്കിൽ ആ അധ്യായം മുഴുവനും നിങ്ങളൊന്ന് വായിക്കണം. അവിടെയാണ് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന് പറയുന്നത് ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. അങ്ങനെയാണ് ആ പുസ്തകത്തിന് പേര് കൊടുക്കേണ്ടതെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന് പറയുന്നത് ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. അത് സത്യസന്ധമായ ഒരു നിരീക്ഷണമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് സ്ത്രീഹന്മാരെ എങ്ങനെ കൊണ്ടുനടന്നു എന്നതിൻ്റെ പ്രവർത്തനമാണ് അധ്യായങ്ങളിലെല്ലാം. അതുകൊണ്ട് നടപടി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന് പറയുന്നത് ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. അത് പ്രത്യേകിച്ച് 2-ാമത്തെ അധ്യായം നമ്മളുടെ ദൈവശാസ്ത്രത്തിൻ്റെയും മിഷണറി പ്രവർത്തനത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു സ്ഥലത്ത് ഒരേ മനസ്സോടുകൂടി നമുക്ക് എങ്ങനെ വ്യാപരിക്കാം എന്നതിൻ്റെയും ഒക്കെ അടയാളമാണ്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ, ഇവിടെ ബഹുമാനപ്പെട്ട കരിമറ്റത്തച്ഛൻ പറഞ്ഞു, ജീവശ്വാസമാണ്. അതാണല്ലോ അതിൻ്റെ പ്രത്യേകത.
ഉദ്ധിതൻ്റെ സമാധാനവും ഉത്ഥാനത്തിൻ്റെ മഹത്വവുമെല്ലാം നമുക്ക് കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ അവസരമൊരുക്കി തരുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ദൈവം ആദ്യം മണ്ണ് കുഴച്ച് കളിമണ്ണ് കൊണ്ടൊരു രൂപം മനുഷ്യൻ്റെ ഉണ്ടാക്കി അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അതിന് ജീവൻ കിട്ടാൻ വേണ്ടി അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ ദൈവം നിശ്വസിച്ചപ്പോൾ ആ മൺകോലത്തിന് ജീവൻ കിട്ടും. ഇത് വലിയ അത്ഭുതമാണ്. അതുതന്നെയാണ് പെന്തക്കോസ്തായിൽ ശ്ലീഹന്മാർ പരിശുദ്ധ അമ്മയുടെ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആത്മാവ് വർഷിക്കപ്പെട്ടപ്പോൾ സംശയങ്ങൾ മാറി, ഭയമെല്ലാം മാറി, ഈശോ ഉദ്ധാനം ചെയ്തെന്ന് ബോധ്യമായി, പൊതു ജീവിതത്തിൻ്റെ ആവശ്യകതയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ കിട്ടിയ ഒരു വലിയ ഉണർവാണ് പെന്തക്കോസ്ത്. സ്വർഗം തുറന്ന് ആത്മാവ് ഇറങ്ങി വരുമ്പോൾ അത് വലിയ ആരവത്തോടും ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തോടു കൂടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പെന്തക്കോസ്താണ് മിശിഹാരഹസ്യത്തിൻ്റെ ക്ലൈമാക്സ്. മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് പെന്തക്കോസ്ത് വരുന്നത്. അത് പഴയ നിയമവുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വിളവെടുപ്പ് തിരുനാളാണ്. വിളവെടുപ്പിൻ്റെ നമ്മൾ ആദ്യ ഫലങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. പഴയ നിയമകാലത്ത് യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നായിരുന്നു പെന്തക്കോസ്തായും. അത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതിന് വിശാലമായ അർത്ഥതലങ്ങൾ കിട്ടുകയാണ് ഉണ്ടായത്. പഴയ നിയമ റബ്ബിമാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സിനാമലയിൽ വെച്ച് മോശയ്ക്ക് ദൈവം കൽപ്പനകൾ നൽകിയതിൻ്റെ അനുസ്മരണാർത്ഥമാണ് ഈ തിരുനാൾ അവർ ആഘോഷിക്കുന്നത്. മോശ മലമുകളിൽ പോയി കൽപ്പനകൾ വാങ്ങിച്ച് താഴേക്ക് വരുന്നതിൻ്റെ അനുസ്മരണം. പഴയ നിയമ ജനതയുടെ ജീവിതത്തിൽ മുഴുവനും മാനദണ്ഡമാക്കി 10 കൽപ്പനകൾ നൽകപ്പെട്ടതുപോലെ പുതിയ നിയമത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് പുതിയ നിർദ്ദേശങ്ങൾ നൽകി, പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകി അവരെ പറഞ്ഞയക്കുകയാണ്. ഇവ രണ്ടും പ്രായോഗികമായിട്ട് ദൈവജനത്തോട് ബന്ധപ്പെട്ടതാണ്. നമുക്കൊരുപാട് പ്രതിസന്ധികൾ എല്ലാം ഉണ്ട്. ആത്മാവാണ് നമുക്ക് ബലം നൽകേണ്ടത്, നമ്മളെ ആശ്വസിപ്പിക്കേണ്ടത്, നമ്മളെ ഒന്നിച്ച് നിർത്തേണ്ടത്. ചിലപ്പോഴെല്ലാം നമുക്കതിന് സാധ്യമല്ലാതെ പോയിട്ടുണ്ട്. മോശ തന്നെയും മലമുകളിലേക്ക് കയറി കൽപ്പനകൾ വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോൾ എന്താണ് കണ്ടത്? ജനങ്ങൾ അന്യദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അവർ പോപ്പുലറായിട്ടുള്ള ഒരു ആരാധനക്രമം കണ്ടുപിടിക്കുകയായിരുന്നു. മോശ അകന്നപ്പോൾ ജനമെന്ത് ചെയ്തു? അവർ വളരെ പോപ്പുലറായിട്ടുള്ള, ആളുകൾ പറയുന്ന, ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ആരാധനക്രമം നമുക്കുണ്ടാക്കാം. സ്ത്രീകളുടെ കൈവശം സ്വർണ്ണമുണ്ട്, അത് വാങ്ങിച്ച് നമുക്ക് കാളക്കുട്ടിയെ ഉണ്ടാക്കാം, കാളക്കുട്ടിയെ ആരാധിക്കാം, കാളക്കുട്ടിയെ നമുക്ക് കാണാം, അത് ദൃശ്യമായിട്ടുള്ളതാണ്, അത് എളുപ്പമാണ്. ഇതാണ് ഒരു നേതൃത്വം ബലഹീനമാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യം. വളരെ പോപ്പുലറായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, തെറ്റായ കാര്യങ്ങളിലേക്കെല്ലാം സമൂഹം മാറും. അതിനുള്ള വലിയൊരു തിരുത്തലാണ് വാസ്തവത്തിൽ നമുക്ക് ഈ തിരുനാളിലൂടെ ദൈവം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ തിരിച്ചറിവ് നമുക്ക് കുറഞ്ഞു പോകുന്നതിൻ്റെ പോരായ്മകൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. പെന്തക്കോസ്ത് ഒരു തീ മഴ പെയ്താൽ, തീ മഴയാണ് പെയ്തത്, തീ നാവുകളാണ് ഇറങ്ങി വന്നത്. പിളർന്നിരിക്കുന്ന അഗ്നിഗോളങ്ങൾ പോലെയുള്ള നാവുകൾ ഇറങ്ങി വന്ന് അവിടെ ഇരുന്ന ഓരോരുത്തരുടെയും മേൽ അത് വന്ന് ആവശ്യിച്ചു. ഓർത്ത് നോക്കുക,
എന്ത് വലിയ അത്ഭുതമാണത്! പിളർന്നിരിക്കുന്ന തീ കട്ട നാവുകൾ ഓരോരുത്തരുടെയും മേൽ വന്ന് ആവശ്യിച്ചു. അത് സ്നേഹന്മാരെയും പരിശുദ്ധ അമ്മയെയും അവരെന്തിനു വേണ്ടി അധ്വാനിച്ചു, അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് അവരെ തന്നെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്താനായിട്ട് അത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തീനാവുകൾ നമുക്ക് ചിലപ്പോഴെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. തീ നാവുകൾ സത്യം പറയാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും. വിശ്വാസത്തിൻ്റെ മേഖലയിൽ ബാഹ്യമായിട്ട് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ സത്യം പറയാനായിട്ട് നമുക്ക് വലിയ പ്രചോദനം നൽകുന്ന തിരുനാളാണ് പന്തക്കുസ്ത്. ആത്മാവാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആത്മാവിൻ്റെ ശക്തിയാണ് നമുക്ക് ഉള്ളിലേക്ക് കിട്ടേണ്ടത്. ഒരേ മനസ്സോടെ ഒരേ സ്ഥലത്ത് ഇരിക്കുന്നതാണ് ആദിമസഭയിലെ സഭ. എല്ലാ കാലത്തെയും സഭ അതാണ്. നമുക്ക് പലപ്പോഴും ഒറ്റ സ്ഥലത്ത് ഒന്നിച്ചായിരിക്കാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ട്. ഒരേ മനസ്സോടെ വ്യാപരിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. ബാബേൽ പലപ്പോഴും നമ്മളിലൂടെ ആവർത്തിക്കപ്പെടുന്നത് പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളിലുള്ള തീവ്രമായ മൃഗീയമായ വികാരങ്ങൾ പലതരത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം പ്രചരിപ്പിച്ച് ആത്മീയത കുറഞ്ഞു പോകുന്നുണ്ട്. നമുക്കുള്ളിൽ ഒരു ജെറൂസലം ബിൽഡപ്പ് ചെയ്യാൻ പറ്റാതെ പോവുകയാണ്. ഏറ്റവും പരിശുദ്ധമായ സഭ ജെറൂസലം സഭയാണ്. ശ്രീഹന്മാരും അമ്മയും ഒന്നിച്ചിരുന്ന സ്ഥലമാണ്. ഒരേ സ്ഥലത്ത് ഒറ്റ മനസ്സോടെ അവർക്കിരിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് അതിനെല്ലാം വ്യത്യാസങ്ങൾ വന്നപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വന്യമൃഗങ്ങൾ പല വേഷത്തിൽ പുറത്തു വരികയും ജെറൂസലം ഉള്ളിലില്ലാതെ പോവുകയും സമാധാനം ഇല്ലാതെ നമ്മൾ ജീവിക്കുകയും പെരുമാറുകയും ഒക്കെയാണ്. സ്ത്രീഹന്മാരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ അത് കാണുന്നുണ്ട്. ശബരീപുത്രന്മാരുടെ മക്കള് വലിയ ആവേശത്തോടെ അപ്പനെയും വഞ്ചിയെയും എല്ലാം ഉപേക്ഷിച്ച് പോയപ്പോൾ ഒരു വട്ടം അവരുടെ അമ്മ അവരെ മുഖ്യധാരയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നുണ്ട്. ആ മക്കൾക്ക് പ്രഥമ സ്ഥാനങ്ങൾ കിട്ടണം. അതൊരു വ്യതിചലനമാണ്. എനിക്ക് ഇന്നത് വേണം. ഈ നാളുകളിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ദൈവികമായ ഒരു കാര്യമല്ല, അതൊരു വ്യതിചലനമാണ്. അവരെ രണ്ടുപേരെയും അത് പിന്നീടും സ്വാധീനിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ കർത്താവിൻ്റെ കൂട്ടത്തിൽ നടന്നപ്പോൾ സമറിയായിലെത്തിയപ്പോൾ ഒരു എതിർപ്പ് വന്നപ്പോൾ അവർ ചോദിച്ചല്ലോ, ഏലിയ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കിയതുപോലെ ഈ ജാതിയെ തീ വെച്ച് നശിപ്പിക്കരുതോ എന്ന് ഈ രണ്ട് ശിഷ്യന്മാരെ ചോദിക്കുന്നു. അതൊരു വ്യതിചലനമാണ്. അവിടെ നടത്തേണ്ടത് തീക്കൊള്ളയല്ല, ആത്മസംയമനമാണ് അവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കൂട്ടത്തിൽ ഒരേ സ്ഥലത്ത് ഒരുപോലെ ഇരുന്നവരും അവർക്ക് ആ ഇരിപ്പിൽ വലിയ തെക്കൽ അനുഭവപ്പെട്ടിരുന്നു. അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരേ മനസ്സോടെ ജീവിക്കാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. വീട്ടിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും രൂപതകളിലാണെങ്കിലും ഒരേ മനസ്സോടെ വ്യാപരിക്കുക എന്നത് നിരന്തരമായ ഒരു യുദ്ധത്തിൻ്റെ ഫലമായിട്ടേ ഉണ്ടാകുള്ളൂ. ആത്മയുദ്ധമാണ്, മറ്റുള്ളവരോട് ഉള്ള യുദ്ധത്തിലല്ല. നമുക്ക് പോരായ്മകൾ ധാരാളമായിട്ട് വന്നുകൂടുന്നുണ്ട്. കർത്താവിൻ്റെ കൃപയിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ടുള്ള ഒരു പ്രയാസമാണ് നമ്മളവിടെയെല്ലാം കാണുന്നത്. ആത്മാവ് ഇറങ്ങി വന്ന് നല്ല ഒരു മഴ പോലെ നമ്മളുടെ മേൽ ആവശ്യിച്ചില്ലെങ്കിൽ നമ്മളിൽ നിന്ന് പലരും നഷ്ടപ്പെട്ടു പോകും. കനായിൽ നടന്ന അത്ഭുതം വലിയ അത്ഭുതമാണല്ലോ. അവിടെ
പച്ചവെള്ളത്തിന് ഒരു രുചി പകർന്നു കൊടുക്കുന്ന കർമ്മമാണ്. കൽഭരണികളിൽ വെള്ളം നിറച്ചത് പ്രതീകാത്മകമായിട്ട് അതിലെ ഒഴുകിപ്പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന വെള്ളങ്ങൾ ഒന്ന് സ്റ്റോർ ചെയ്യാൻ കർത്താവ് പറഞ്ഞതാണ്. ഭരണി നിറയട്ടെ, നിങ്ങൾ വെറുതെ ഉണ്ണാൻ വേണ്ടി കയ്യിൽ കെട്ടി വന്നിരിക്കരുത്. ഭരണി നിറയണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ പോയി വെള്ളം കോരണം. നിങ്ങളുടെ ആ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് പച്ചവെള്ളത്തിന് ഒരു രുചി കിട്ടുന്നത്. അത് പുതുവീഞ്ഞായിട്ട് മാറുന്നുണ്ട്. ആ പുതുവീഞ്ഞ് ഈശോയാണ്, ഈശോയുടെ ഉത്ഥാനമാണ്. ഉത്ഥാനത്തിൻ്റെ ആ ഗുണമേന്മ ആ വീട്ടിലേക്ക് ഈശോ ഉത്ഥാനം ചെയ്യുന്നതിന് മുൻപ് തന്നെ കടന്നു വരികയാണ്. അതുകൊണ്ടാണ് കാന ഈശോയുടെ റിസുറക്ഷൻ്റെ ഒരു ചിത്രമാണെന്ന് വേദശാസ്ത്രങ്ങൾ പറയുന്നത്. അത് വെറുതെ കേവലം ഒരു വീട്ടിലെ കല്യാണമല്ല, അത് കർത്താവിൻ്റെ ആ രുചിയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കാതെ സ്ട്രഗിൾ ചെയ്യുന്ന യഹൂദന്മാരെ കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ്. അവർ പഴയ നിയമത്തിൻ്റെ നിയമങ്ങളും ആചാരങ്ങളും ചട്ടങ്ങളും എല്ലാം കൊണ്ട് മടുത്തു. അവർക്ക് രുചിയില്ല, അത് മനസ്സിലേക്ക് ഇംപ്രസീവായിട്ട് തോന്നുന്നില്ല. കല്യാണ വീട്ടിൽ വന്നിരുന്നവർ പ്രവൃത്തിയാണ്, അവർക്ക് ഭക്ഷിക്കാനില്ലല്ലോ, പാനം ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരു വേദനയാണ്. പഴയ നിയമത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം നിൽക്കുമ്പോൾ ആർക്കും പൂർണ്ണമായ സംതൃപ്തി കിട്ടുകയില്ല എന്നതിൻ്റെ അടയാളമാണ്. പഴയ നിയമത്തോട് ഈശോയെ കൂട്ടിച്ചേർത്തപ്പോൾ പഴയ നിയമമാകുന്ന വീടിനുള്ളിലേക്ക് ഈശോയെ ക്ഷണിച്ചു വരുത്തിയപ്പോൾ അവിടെ നിറഞ്ഞ് കവിയലാണ് ഉണ്ടായത്, പുത്തൻ വീഞ്ഞാണ് ഉണ്ടായത്. അതാണ് ന്യൂ ടെസ്റ്റമെന്റ്, അതാണ് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ മഹിമ. അപ്പോൾ നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടുകൂടെ നമുക്ക് കിട്ടേണ്ട ഒരു വലിയ കൃപയാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പെന്തക്കോസ്ത് അതൊരു കേവലം ഒരു ചരിത്ര സംഭവം മാത്രമായിട്ട് നമ്മൾ കണ്ട് അവസാനിപ്പിക്കരുത്. ഉത്ഥാനത്തിന് ശേഷം 50-ാം നാളിൽ നടക്കുന്ന തിരുനാള് എന്നാണ് ആ വാക്കിൻ്റെ വാച്യാർത്ഥം. 50-ാമത്തെ ദിവസം ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പെസഹാരഹസ്യങ്ങളുടെ 50-ാമത്തെ ദിവസം. ഞാൻ പറഞ്ഞല്ലോ, യഹൂദരുടെ ഇടയിൽ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞൊരു തിരുനാളുണ്ടായിരുന്നു. വിളവെടുപ്പ്, നമ്മുടെ പുത്തരി തിരുനാളെന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ കാര്യമാണ്. അപ്പം അവിടെ സംഭവിച്ച കാര്യം, അഗ്നി പോലെയുള്ള നാവുകൾ എല്ലാവരും പേടിച്ചുപോയി. അത് ശിക്ഷിക്കാനും പ്രഘോഷിക്കാനും തിരുത്താനും വേണ്ടിയാണ് നമുക്ക് ദൈവം നാക്ക് തന്നിരിക്കുന്നത്. മറ്റുള്ളവരെ തിരുത്താന്, ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന് നന്മകൾ പ്രഘോഷിക്കാൻ, തീനാള് വെച്ചുകൊണ്ട് ആർക്കും മിണ്ടാതിരിക്കാനൊക്കെ. അതാണ് പെന്തക്കോസ്ത് നൽകുന്ന പ്രായോഗികമായ മാനം. തീക്കട്ട വെച്ചുകൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാനൊക്കെ. നമ്മളിൽ രൂപാന്തരീകരണം പോലെ സംഭവിക്കണം. അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൻ്റെ ദാനം എല്ലാവർക്കും വേണ്ടിയാണ്. ആത്മാവാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നയിക്കുന്നത്. സഭാ നേതൃത്വത്തിന് മാർഗദർശനം നൽകുന്നതും ആത്മാവാണ്. വിശ്വാസികളെ ഉദാശകളിലൂടെ വിശുദ്ധീകരിക്കുന്നതും ആത്മാവാണ്. നമുക്ക് ശരിക്ക് നിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവം നൽകിയ ആ ശ്വാസമാണ് വിശ്വാസം. ദൈവം നൽകുന്ന ശ്വാസമാണ് വിശ്വാസ പ്രമാണം. ആ നിശ്വസനമാണ് ഇതിൻ്റെ എല്ലാം അടിത്തറ. നമ്മളുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർ ആത്മീയമായിട്ട് ഉണർവിലേക്ക് വരുന്നുണ്ടോ? അവരെ കത്തി ജ്വലിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന് സഭയിലെ ഒറിജിൻ നിരന്തരമായിട്ട് പറഞ്ഞിരുന്നു, അച്ചെൻഡൻസ് ആർദർ പ്രോക്സിമോസ്, അടുത്തിരിക്കുന്ന ആളിനെ നിന്റെ തീഷ്ണത കൊണ്ട് ജ്വലിപ്പിക്കണം,
കത്തിക്കണം. അക്ഷേന്തരെ നമ്മൾ തിരി തെളിക്കുന്നത് പോലെ, വിളക്ക് കത്തിക്കുന്ന പോലെ അക്ഷേന്തരെ ആർദ്ര തീഷ്ണത, നമ്മുടെ ആത്മീയമായ ആ നിറവ്, പ്രോക്സിമോസ്, തൊട്ട് അടുത്ത് ഇരിക്കുന്നവന്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നല്ല സന്ദേശം നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ഭാഷകളുടെ ഒരു പ്രയാസം വരുന്നില്ല. ഓരോരുത്തർക്കും താന്താങ്ങളുടെ ഭാഷയിൽ അത് മനസ്സിലായി. ഒന്ന് ഓർമ്മ നോക്കിയേ, 10-22 രാജ്യങ്ങളിലെ അന്നറിയപ്പെടുന്ന യഹൂദ കോളനികളിലെല്ലാം ആളുകൾ ജെറുസലത്തുണ്ടായിരുന്നു. അവരവരുടെ ഭാഷയിൽ മനസ്സിലായി. നമ്മൾ ഒരു ഭാഷയും പഠിച്ചില്ലെങ്കിലും നമ്മളാരാകുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഹൈദരാബാദിൽ നമ്മുടെ രൂപതയുടെ മിഷൻ ഉണ്ടായിരുന്നല്ലോ. 10-22 തവണ ഞാനവിടെ അരമനയിൽ നിൽക്കുന്ന റീജൻസി ശമാശന്മാരെയും അതുപോലെ സെക്രട്ടറിമാരെയും എല്ലാം കൊണ്ട് പോയിട്ടുണ്ട്. എനിക്ക് ഒരു ഭാഷയും പഠിച്ച് അറിയില്ല. വലിയ പ്രയാസമാണ്. അവർ കൊളോക്കിയൽ ഭാഷയാണ് സംസാരിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ അതൊന്നും കൊണ്ട് അവിടെ പറ്റില്ല. പക്ഷേ 2ാം തവണ 3ാം തവണയൊക്കെ ചെന്നപ്പോൾ മുതൽ അവിടെയുള്ള അമ്മച്ചിമാർക്കെല്ലാം അറിയാമായിരുന്നു ഞാൻ ആരാണ്. നമ്മളിതിൽ ചെല്ലുമ്പോൾ അവർ ഒന്നിച്ച് ക്ലാൻഡസ്റ്റൈനായിട്ട് താമസിക്കുന്നവരാണ്. നമ്മളെ കാണാൻ അവരെല്ലാവരും അമ്മച്ചിമാരും ചേട്ടന്മാരും വഴിയിലിറങ്ങി നിൽക്കും. അവർക്ക് ആവശ്യം നമ്മൾ അവരുടെ തലയിലൊന്ന് കൈവെക്കണം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു കൊന്ത കെട്ടണം. അല്ലെങ്കിൽ തീരെ പാവപ്പെട്ട കുട്ടികളാണെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കും. അവർക്ക് പള്ളിക്കുറിച്ച് പോകാൻ ഡ്രസ്സില്ല. അപ്പം അങ്ങനെ അവർക്കറിയാം നമ്മൾ ഒരു വാക്ക് പോലും അവരുടെ ഭാഷ തെലുങ്ക് സംസാരിച്ചില്ലെങ്കിലും നമ്മൾ ആരാണെന്നും നമ്മളിൽ നിന്ന് എന്താണ് ആവശ്യമെന്നും അവർക്കറിയാം. അവരുടെ പ്രഥമ ആവശ്യം അവരുടെ ശിരസിൽ നമ്മുടെ കയ്യിൽ നോക്കണം. എല്ലാവരും ഹിന്ദുക്കളാണെന്ന് വിചാരിക്കണം. വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളാണ്. നമ്മളോട് അവർക്ക് വലിയൊരു താല്പര്യമുണ്ട്. നമ്മളിലൊരു ദൈവാംശം അവർ കാണുന്നത് കൊണ്ടാണ് അവിടെ ജോലി ചെയ്യുന്ന അച്ഛന്മാർ, നമ്മുടെ ശമാശന്മാർ, നമ്മളുടെ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതർ, അവരിലൊക്കെ ദൈവത്തെ അവർ കാണുന്നത് കൊണ്ടാണ്. പെന്തക്കോസ്തായിൽ ഒറ്റ ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ, ലോകത്തിൻ്റെ അതിർത്തിയാണ്. നമ്മൾ ബ്രസീലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും എല്ലാം നമ്മുടെ ആളുകളുണ്ടല്ലോ. അതാണ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നമ്മുടെ സഭയിലെ ആളുകളുണ്ട്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അതാണ് പെന്തക്കോസ്തായുടെ ഒരു വളർച്ചയാണ്. പെന്തക്കോസ്ത കേവലം ഒരു സംഭവമല്ല, അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഒരു പെർമനന്റ് പെന്തക്കോസ്റ്റാണ് നമുക്ക് ആവശ്യം. അതൊരു പെർമനന്റ് കാറ്റഗസിസാണ്. നിരന്തരമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ റൂഹായെക്കുറിച്ച്, പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച്, ആത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് എല്ലാം ഉള്ള പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത നമുക്ക് വലിയൊരു ഒരുമിപ്പ് നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഉള്ളിലുള്ള തിന്മകൾ ഒന്ന് കുടഞ്ഞ് കളയാനുള്ള അവസരമാണ് പെന്തക്കോസ്ത. പരിശുദ്ധരായി ജീവിക്കാനുള്ള അവസരമാണ്. നല്ലൊരു കുമ്പസാരം നടത്താനുള്ള ദിവസമാണ്. അങ്ങനെയാണ് നമ്മളെ തന്നെയും നമ്മൾ ബന്ധപ്പെടുന്ന ആളുകളെയും എല്ലാം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. പത്രോസ് പ്രസംഗിച്ചു. 3000 പേര് പത്രോസിൻ്റെ പ്രസംഗത്തിൽ ആകർഷകരായി. ഈശോയെ, മുഖിതനായ ഈശോയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അതിനുമുമ്പ് ഈ ആത്മാവിനെ സ്വീകരിച്ചപ്പോൾ കണ്ടുനിന്നവർ പറഞ്ഞു, ഇവർ രാവിലെ തന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിരുന്നു. ഇവർ രാവിലെ തന്നെ കഴിച്ചല്ലോ. ചില വലിയ കുടിയന്മാരൊക്കെ ഇപ്പോഴും രാവിലെ കഴിക്കുന്നവരുണ്ടാകും. ഇവർ രാവിലെ കുടിച്ചല്ലോ. അവരുടെ വാക്ക്, പ്രവൃത്തി, ഇവർ പറയുന്ന കാര്യം, അതിൽ ഒരു സത്യം മറഞ്ഞു കിടപ്പുണ്ട്. ചില മനുഷ്യർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, നല്ല മദ്യപന്മാർ സത്യം വിളിച്ചു കൊടുക്കും. നല്ല മദ്യപന്മാർ സത്യം വിളിച്ചു കൊടുക്കും. ഒരുപക്ഷെ അതുപോലെ കേട്ടായിരിക്കും അവിടെ നിന്ന് പറഞ്ഞു. ഇവർ കണ്ടുപിടിച്ചിട്ടാണ് വന്നത്. ആത്മാവ് വന്ന് നിറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റും. സത്യം പറയാൻ പറ്റും. സത്യമാണ് നമ്മൾ പറയേണ്ടത്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യം അതാണ്. കസ്റ്റംസ് നമുക്ക് ഒരുപാടുണ്ട്. സത്യമില്ലാത്ത ഒരു കസ്റ്റം
നമ്മൾ എത്ര നൂറ്റാണ്ട് അത് കൊണ്ടു നടന്നാലും അത് ഗ്രോണപ്പായ ഒരു എററാണ്, പ്രായപൂർത്തിയായ ഒരു തെറ്റാണ്. സെൻസിപ്രിയൻ പറഞ്ഞിരിക്കുന്നതാണ്. സത്യമില്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞുണ്ടാക്കി ഇത് ഞങ്ങളുടെ കഷ്ടമാണ്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അത് പ്രായപൂർത്തിയാകുന്ന നൂറ്റാണ്ടുകൾ കൊണ്ട് ഒരു ഗ്രോൺ അപ്പ് ഹിസ്റ്റോറിക്കൽ എററാണ്. ജീസസ് നെവർ സെഡ് ദാറ്റ് he was a custom, but he said he is the way, the life, the truth. അതാണ് പെന്തക്കോസ്ത് നമുക്ക് നൽകുന്ന സന്ദേശം. അതാണ് ഒരിക്കലും തെറ്റുപറ്റാത്ത കാര്യങ്ങൾ എന്താണെന്ന് ഈശോ പറഞ്ഞ ആ വാക്കുകൾ ആവർത്തിക്കാനായിട്ടുള്ള ധൈര്യം നമ്മുടെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ കൊണ്ട് എത്തിക്കുന്നതാണ് പെന്തക്കോസ്ത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിലേക്കാണ് ഈ വലിയ ദിവസം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. നമ്മൾ പറയുന്നത് ദൈവജനത്തിന് കേൾക്കണം, ശ്രദ്ധിക്കുവിൻ. നടപടി പുസ്തകത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നൊരു വാക്കാണ് ശ്രദ്ധിക്കുവിൻ എന്ന് പറഞ്ഞാൽ കാതുകളിൽ ദൈവവചനം കൊണ്ടുവയ്ക്കുക എന്നാണ് അതിൻ്റെ മൂലാർത്ഥം. ഗ്രീക്ക് ഭാഷയിൽ ശ്രദ്ധിക്കുവിൻ അങ്ങനെ വാക്ക് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല, ഒരു കോംപ്ലിക്കേറ്റഡ് വാക്കാണ്. കാതുകളിൽ ദൈവവചനം കൊണ്ട് എത്തിക്കുക, അതുപോലെ നിങ്ങൾ പ്രസംഗിക്കണം, അതുപോലെ നിങ്ങൾക്ക് സത്യം പകർന്നു കൊടുക്കാനുള്ള ആ ഒരു ധൈര്യമുണ്ടാകണം. അങ്ങനെ വിശുദ്ധായെ ശ്രദ്ധാപൂർവം ശ്രവിക്കുന്ന സമൂഹങ്ങളെ രൂപപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഈ ദിവസം ദൈവം നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഭയിൽ ആകമാന ഉണർവ് ആവശ്യമാണ്. എല്ലാ മേഖലകളിലും നമ്മൾ കുറേയെല്ലാം ആത്മീയതയിൽ പുറകോട്ട് പോകുന്നുണ്ട്. അതൊക്കെ തിരുത്തി സത്യം പറയാനായിട്ട്, വഴിയും സത്യവും ജീവനുമായ ഈശോയെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. റൂഹ നൽകുന്ന സന്ദേശമതാണ്. റൂഹ വരുമ്പോഴാണ് ഇതെല്ലാം പൂർണ്ണതയിൽ പഠിപ്പിക്കുന്നതെന്ന് ഈശോ പറഞ്ഞത്. അങ്ങനെ നമുക്ക് ഒരേ മനസ്സോടെ നമുക്ക് വീട്ടിലും ഇടവകയിലും നമുക്ക് രൂപതയിലും ഈ വലിയ സമ്മേളനത്തിലുമായിരിക്കാം. ഏത് ഭാഷയും നമുക്ക് മനസ്സിലാകും. നമ്മൾ ഈശോയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ കേൾക്കുന്നവർക്ക് ആ കാര്യം മനസ്സിലാകും. ഈശോയെ കൊണ്ടിറക്കുന്ന ഒരു അച്ഛനാണ്, സിസ്റ്ററാണ്, ശമാശനാണ്, അന്മായനാണ്. എത്രമാത്രം അന്മായരിന്ന് ലോകം മുഴുവൻ പ്രസംഗിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്നവർ തന്നെ അന്മായര് നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. പലാനുഭൂതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവാഞ്ചലൈസേഷൻ വഴി, കരിസ്മാറ്റിക് പ്രസ്ഥാനം വഴി അന്മായര് നല്ലതുപോലെ ദൈവവചനം പഠിക്കുകയും പ്രസംഗിക്കുകയും അത് വീട്ടിനുള്ളിലും ഇടവകളിലും സൺഡേ സ്കൂൾ അധ്യാപകർക്കും എല്ലാം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്മായര് വഴിയുള്ള ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനം ഇനിയും നമുക്ക് നടക്കണം. നമുക്ക് വലിയ കഴിവുള്ളവരാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥനയാണ് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കേണ്ടത്. നമ്മുടെ പ്രസംഗങ്ങളെക്കാൾ നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ മിഷൻ പ്രദേശത്തും എന്തിനേറെ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെയും ഈ കർത്താവിനെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നല്ല ദിവസങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ആത്മാവ് നൽകുന്ന ഉണർവ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആഹ്വാനമാണത്. അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന വലിയ കൂട്ടായ്മയാണിത്. ഞാൻ എൻ്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ അരിമറ്റസിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പഠിപ്പും അറിവും വിശുദ്ധിയും നല്ല ജീവിതചര്യകളുമെല്ലാം നമുക്കൊരു ഉണർവാണ്, ഉന്മേഷമാണ്. അതുപോലെ തന്നെയാണ് ഇതിനെ സഹായിക്കുന്ന പോളച്ചനും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും വാക്കുകളുമെല്ലാം നമുക്ക് ആ ജ്വാലയാണ് നമുക്ക് വേണ്ടത്. അവർ തന്നിട്ടുള്ള ആ ജ്വാല അതിലേക്ക് നമുക്ക് പ്രത്യേകമായിട്ട് കാത്തിരിക്കാം. അതുപോലെ മാത്യുവിനെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ആത്മാവിൻ്റെ നിറവിൽ നിങ്ങൾ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ചാമയുടെ പ്രാർത്ഥനകളെ യാചിച്ച് എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നു. അഭിവന്യ പിതാവിന്റെ സ്നേഹ സാന്നിധ്യത്തിനും അനുഗ്രഹ വചസ്സുകൾക്കും കൃതജ്ഞത അർപ്പിക്കുവാൻ